ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് 9th ഫെബ്രുവരി 2026. കഴിഞ്ഞ 2 ദിവസമായിട്ട് പത്രങ്ങളിൽ കാര്യമായ വാർത്തകളില്ല. ഈവൻ ഓൺ 8-ാം തീയതി ആണെങ്കിലും ഇന്ന് 9-ാം തീയതി ആണെങ്കിലും കൂടുതലും എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നാരേറ്റീവ്സും സ്റ്റോറീസും ആണ്. കാരണം എലക്ഷൻ വരാൻ പോവുകയാണ് കേരളത്തിൽ. ആൻഡ് ഇപ്പോൾ കേരളം കടത്തിലാണെന്ന് കാര്യം എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ന്യൂസുകളുണ്ട്. പിന്നെ ഓരോ പദ്ധതികളുടെ പോരായ്മകൾ അതിനെക്കുറിച്ച് ന്യൂസുണ്ട്. ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്, കൊച്ചി ക്യാൻസർ സെൻറ്റർ ഇനോഗ്രേഷൻ വരുന്നുണ്ട്. ഈ ദിവസങ്ങളിലാണ് അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റാർട്ടാവുന്നത്. നമ്മുടെ ഇപ്പോൾ ഉള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ഒരു ക്യാൻസർ റിസർച്ച് സെൻറ്റർ വരുന്നത്. റിസർച്ചിന് വേണ്ടി മാത്രം തന്നെ ഒരു വലിയൊരു പോർഷൻ ആ ബിൽഡിങ്ങിൻ്റെ മാറ്റി വെച്ചിട്ടുമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ നീഡ് ഓഫ് എൻ ആർ. പിന്നെ വേറൊരു നല്ല ന്യൂസ്, ഫ്ലൈ 91 എന്ന് പറഞ്ഞ ഫ്ലൈറ്റിനെ കുറിച്ചാണ്. ഫ്ലൈ 91 ഗോവ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ എയർ കാരിയറാണ്. ഫ്ലൈ 91 ഇപ്പോൾ കൊച്ചി ടു ലക്ഷദ്വീപ് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ കൊച്ചി ടു ലക്ഷദ്വീപ് ഇൻഡിഗോയും പിന്നെ സ്റ്റാർ അലയൻസിൻ്റെ ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലക്ഷദ്വീപ് നിവാസികൾക്കാണെങ്കിലും കൊച്ചിയിൽ നിന്ന് ടൂറിസ്റ്റുകൾക്കാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് ഫ്ലൈ 91ൻ്റെ പുതിയ സർവീസ്. വേറൊരു ഗുഡ് ന്യൂസ് KSRTCയെ കുറിച്ചാണ്. KSRTC ഇപ്പോൾ ഒരുപാട് റിഫോംസ് നടന്നിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് KSRTC ഡിപ്പോകൾ നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് കുറേ സമയം നിൽക്കാറുണ്ട്. ആൻഡ് അത് പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് ആ ഒരു ടൈം വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് KSRTC എംപ്ലോയീസ് തന്നെ അവരുടെ വായനശാല എന്ന് പറഞ്ഞ ഇനിഷ്യേറ്റീവിൽ പുസ്തകക്കൂട് എന്നൊരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലൈബ്രറീസ് ആണ്, ഓപ്പൺ ലൈബ്രറീസ്, പബ്ലിക് ലൈബ്രറീസ്. അപ്പോൾ ആ വെയിറ്റിംഗ് ടൈമിനെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണിത്. ആൻഡ് ഇതിൻ്റെ പൈലറ്റ് ഫേസ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ണൂർ ഡിപ്പോയിലാണിത് ഇപ്പോൾ സ്റ്റാർട്ടാവുന്നത്. ഇതിൻ്റെ സക്സസ് അനുസരിച്ചിരിക്കും ബാക്കി ഡിപ്പോസിലും സ്റ്റേഷൻസിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് നോക്കാനായിട്ട്. ബട്ട് ഐ തിങ്ക് ഇത് നല്ലൊരു സക്സസ് ആയിരിക്കും. വന്നിരിക്കുന്നവർ വെറുതെ ഇപ്പോൾ ഫോൺ നോക്കിയാണ് മിക്കവരും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ബസ് വെയിറ്റ് ചെയ്ത്. അതേസമയം ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് ന്യൂ പെർസ്പെക്റ്റീവ്സ് ആൻഡ് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും ആ ടൈം. സ്പോർട്സിൽ ന്യൂസ് ഉള്ളത് നമ്മുടെ സന്തോഷ് ട്രോഫി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദി എൻഡ് കേരള സന്തോഷ് ട്രോഫി ഫൈനലിൽ തോറ്റുപോയി. സർവീസസിൻ്റെ കൂടെ 1 ഗോളിനാണ് തോറ്റുപോയത്. അപ്പാർട്ട് ഫ്രം ന്യൂസ് പേപ്പേഴ്സ് ഞാൻ വേറെ സോഴ്സസ് നോക്കിയപ്പോൾ കിട്ടിയൊരു ന്യൂസ്, ഓസ്ട്രേലിയയിലെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്ത കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ആണെന്ന് തോന്നുന്നു. അണ്ടർ ദ ഏജ് ഓഫ് 16 കുട്ടികളിൽ സോഷ്യൽ മീഡിയ അവർ കംപ്ലീറ്റ്ലി ബാൻ ചെയ്തായിരുന്നു. ആൻഡ് സോഷ്യൽ മീഡിയ കമ്പനീസ് ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. മറ്റേ ആണെങ്കിലും ഇപ്പോഴും അവരോട് പറയുന്നുണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനോട് ടു റിവോക്ക് ദ ബാൻ. സ്പെയിൻ ഹാസ് ഡിസൈഡഡ് ടു ബാൻ സോഷ്യൽ മീഡിയ യൂസേജ് ഫോർ കിഡ്സ് അണ്ടർ 16. സോഷ്യൽ മീഡിയ കമ്പനീസിന് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്പെയിൻ ബിക്കംസ് ദ ഫസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ് ടു ഡു സോ. ദുബായിലൊരു വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. ആൻഡ് അവിടെ വെച്ചാണ് സ്പെയിനിൻ്റെ പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാഞ്ചസ് ഈ ഒരു ഡിസിഷൻ പബ്ലിക്കായിട്ട് പറഞ്ഞത്. ഹി ബിലീവ്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുട്ടികൾ അഡിക്റ്റഡ് ആവുന്നുണ്ട്, ആസ് വെൽ ആസ് ചൈൽഡ് അബ്യൂസ്, വയലൻസും എല്ലാം സ്പെയിനിൽ ഇപ്പോൾ വ്യാപകമായി വരുന്നുണ്ട് അണ്ടർ ദ ഏജ് ഓഫ് 16. സോ അതുകൂടെ തടയാൻ വേണ്ടിയാണ് ഈ ഒരു ഡിസിഷൻ അവരെടുത്തിരിക്കുന്നത്. ആൻഡ് മേ ബി ഇനി അതർ യൂറോപ്യൻ കൺട്രീസും ഇതിൻ്റെ മാതൃക പിന്തുടർന്ന് മേ ബി അവരും ചിലപ്പോൾ ബാൻ ചെയ്തേക്കാം. നെക്സ്റ്റ് ന്യൂസ് ഇസ് ഫ്രം ദ വേൾഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. ഡിസ്നി പുതിയൊരു സിഇഒയെ അപ്പോയിൻറ്റ് ചെയ്യുകയാണ്. ഹിസ് നെയിം ഇസ് ജോഷ് ഡി അമറോ. വളരെ കാലമായിട്ട് ഡിസ്നിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ജോഷ്. ആൻഡ് ഡിസ്നിയുടെ ഏറ്റവും ഫേമസും ഏറ്റവും സക്സസ്ഫുള്ളും ആയിട്ടുള്ള സിഇഒയുടെ പൊസിഷനിലോട്ടാണ് ജോഷ് വരുന്നത്. ബോബ് ഐഗർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സിഇഒ. ബോബ് ഐഗറാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഡിസ്നി ആക്കിയത്. ബോബ് ഐഗറാണ്. ബോബ് ഐഗർ ഇതിന് മുന്നേ സിഇഒ സ്ഥാനത്ത് മാറി നിന്നിരുന്നു. ചാപ്പക്ക് എന്ന് പറഞ്ഞ ആളായിരുന്നു റീപ്ലേസ്മെൻറ്റ്. ബട്ട് പുള്ളിക്ക് ബോബ് ഐഗറിൻ്റെ ലെവൽ എത്താൻ പറ്റിയില്ല. ആൻഡ് കമ്പനി fell into losses, valuation poised, stock prices tanked,
ആൻഡ് അത് കഴിഞ്ഞിട്ട് ബോബ് ഐഗർ റീഇൻസ്റ്റേറ്റഡ് ആയതാണ്. ആൻഡ് ദെൻ ആഫ്റ്റർ 6 ഇയേഴ്സ് ഇപ്പോൾ വീണ്ടും പുതിയ CEO അപ്പോയിൻ്റ് ചെയ്യുകയാണ്. ബോബ് ഐഗർ എന്ന് പറഞ്ഞാൽ ആ വിഷണറിയുടെ ലെവലിൽ എത്താൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ എ ചേഞ്ച് ഇസ് റിക്വയർഡ്. ആൻഡ് ബോബ് ഐഗറിനെ കുറിച്ച് വായിക്കാനും പുള്ളിയുടെ ഹിസ്റ്ററി ആസ് വെൽ എസ് സക്സസ് അറ്റ് ഡിസ്നി അറിയാനായിട്ടൊരു ബുക്കുണ്ട്. ദ ബുക്ക് ഇസ് കോൾഡ് ദ റൈഡ് ഓഫ് എ ലൈഫ് ടൈം. നല്ലൊരു ബുക്കാണ്. ഹൗ ബോബ് ഐഗർ ട്രാൻസ്ഫോം ഡിസ്നി ആൻഡ് എങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഡിസ്നിയിലോട്ട് ബോബ് ഐഗർ അതിനെത്തിച്ചത് അതിനെക്കുറിച്ചുള്ള ഒരു ബുക്കാണ് ദ റൈഡ് ഓഫ് ലൈഫ് ടൈം. മൾട്ടിപ്പിൾ ആക്വിസിഷൻസ്, ഇപ്പോൾ മാർവലിനെ വാങ്ങിച്ചതും ലൂക്കസ് ഫിലിംസിനൊക്കെ വാങ്ങിച്ചതും, അങ്ങനെ വളരെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കഥകൾ, ആ ഒരു ലൈഫ് ജേണി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിസ്നിയുടെ എന്താ പറയുക, നമ്മുടെ തീംഡ് പാർക്സ് ഒക്കെ അല്ലേ, പല സ്ഥലങ്ങൾ ലൊക്കേഷൻസിലുള്ളതൊക്കെ. ഇറ്റ്സ് എ ഗുഡ് റീഡ്. സോ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഡു ചെക്ക് ഔട്ട് ഇഫ് ഇൻട്രസ്റ്റഡ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ആൻഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലെറ്റ്സ് ഡു ആർ വേർഡ് ഓഫ് ദ ഡേ. ദ വേർഡ് ഓഫ് ദ ഡേ ഈസ് പെറ്റുലൻറ്റ്. PETULANT. പെറ്റുലൻറ്റ് മീൻസ് ടു ഗെറ്റ് ഇറിറ്റേറ്റഡ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവുന്നതിന് സ്റ്റേറ്റാണ് പെറ്റുലൻറ്റ് എന്ന് പറയുക. സോ പെറ്റുലൻറ്റ് ആവാതിരിക്കുക. ആൻഡ് wishing you a wonderful day ahead, and that's it. See you in the next one.